അസ്സലാമലൈക്കും, വെൽക്കം ടു സൂസ് ബേബി ക്യാൻറ്റി. നമ്മളിന്ന് റംലാൻ ഡേ 6-ലാണ്. എല്ലാവരും സുഖമായി സന്തോഷത്തോട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നല്ലേ, നമ്മുടെ നാടൻ തട്ടുകട സ്റ്റൈൽ പൊട്ടറ്റോ ബോണ്ട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് എണ്ണ ഒഴിക്കുക. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഒരു സവോള ചോപ്പ് ചെയ്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, എരിവിന് ആവശ്യമായിട്ട് പച്ചമുളക്, ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ബ്രൗൺ കളറാകുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുക്ക് ചെയ്ത് ബോയിൽ ചെയ്ത് മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ, വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാതെ വേണം ഇതിനകത്ത് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അതൊരു ടിപ്പാണ്. പൊട്ടറ്റോ ബോണ്ട എപ്പോഴും നന്നായിരിക്കണമെങ്കിൽ പൊട്ടറ്റോയിൽ ഒരല്പം പോലും വെള്ളം കാണരുത്. നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഗരം മസാലയും ജീരകപ്പൊടിയും കൂടെ ചേർക്കാം. ഞാനത് ചേർത്തിട്ടില്ല, അപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് വരും കേട്ടോ. അങ്ങനെയാണെങ്കിൽ കറിവേപ്പിലേക്ക് പകരം മല്ലിയില ചേർക്കുക. ഞാനിവിടെ കറിവേപ്പില ചേർത്തേക്കുന്നത്. അപ്പോൾ അത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോഴത്തേക്ക് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കാനുണ്ട്. നമ്മൾ സാധാരണ ബജിക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബാറ്ററാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരല്പം ഉപ്പ്, ഒരല്പം സോഡാപ്പൊടി, പിന്നെ മുളക് പൊടി ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം. ഞാൻ ഓൾറെഡി ഫില്ലിങ്ങിൽ അല്പം എരിവ് കൂടുതലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. കളറിന് വേണ്ടി മാത്രം ഒരല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരല്പം കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് വേണം. ഇതിൽ വേണമെങ്കിൽ ഒരല്പം അജ്വൈൻ, അതായത് നമ്മുടെ അയമോദകവും കൂടെ ചേർക്കാം കേട്ടോ ആ ഒരു ബാറ്ററിൽ. ഇനി നമ്മൾ ഒരു ഫില്ലിങ് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മൾ ഈ ബാറ്ററിൽ മുക്കി നന്നായി കോട്ട് ചെയ്യണം. ആ ഒരു കോട്ടിങ് നന്നായി വന്നാലേ നമ്മുടെ പൊട്ടറ്റോ ബോണ്ട നന്നായിരിക്കും. അപ്പോൾ നന്നായി കോട്ട് ചെയ്തതിന് ശേഷം എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പൊട്ടറ്റോ ബോണ്ട ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ പൊട്ടറ്റോയിൽ ഒട്ടും വെള്ളം പാടില്ല. അതായത് കുക്ക് ചെയ്ത് ബോയിൽ ചെയ്തതിന് ശേഷം വെള്ളം മുഴുവൻ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം മാഷ് ചെയ്തെടുക്കുക. എന്നാലും നല്ലൊരു റിസൾട്ട് കിട്ടും. ഇല്ലെങ്കിൽ നമ്മുടെ പൊട്ടറ്റോ ബോണ്ട ഭയങ്കര സോഗിയായിരിക്കും, നമുക്ക് കഴിക്കാൻ തോന്നില്ല. പിന്നെ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ കഴിക്കുന്നതിന് ജസ്റ്റ് ഒരു 10 മിനിറ്റ് മുമ്പ് ഫ്രൈ ചെയ്താൽ മതി. ചൂടോടെ കഴിക്കാൻ അത് എപ്പോഴും ടേസ്റ്റ്. കൂടെ നമുക്ക് കോക്കനട്ട് മിൻറ്റ് ചട്നിയോ അതല്ലെങ്കിൽ സാധാരണ കെച്ചപ്പ് യൂസ് ചെയ്യാം. ഞാനിവിടെ കെച്ചപ്പ് യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ നാടൻ തട്ടുകട സ്റ്റൈൽ പൊട്ടറ്റോ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ടച്ച് കൊണ്ടുവരണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗരം മസാലയും ജീരകപ്പൊടിയും പിന്നെ മല്ലിയിലയും കൂടെ ആഡ് ചെയ്യാം. നമ്മുടെ നാടൻ രുചിക്ക് ഇതാണ് നല്ലത്. അപ്പോൾ ചൂടോടെ തന്നെ ഇത് കഴിക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. സീൻ ആൻഡ് ദ വീഡിയോ. ബൈ.